നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ അത് തനിക്ക് കുറച്ച് കൂടുതൽ. വെറുതെ ഇങ്ങ് പറഞ്ഞ പോരാ, കുറച്ച് വട്ട് തന്നെയുണ്ട് തനിക്ക്. ആളുകൾക്കിടെ കിടന്ന് വെറുതെ ആളാവല്ലേ. ഭരതനാട്യം കോമ്പറ്റീഷൻ ഇതോടെ അവസാനിച്ചു. അടുത്തതായി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതാ ഒരുങ്ങിട്ട് മോളെ കാണാൻ എങ്ങനെയുണ്ട്? എന്നെ കൊണ്ടാവുന്ന വിധമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ടൊന്നുമില്ല. പറഞ്ഞാൽ നീ കേൾക്കൂലല്ലോ. മോൾ ഇന്നലെ പറഞ്ഞല്ലേ വേറെ ആരെങ്കിലും കൊണ്ട് അവള് ഒരുക്കാന്ന്. അപ്പൊ നീ കേക്കത്തില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണോ? പറ്റിയത് പറ്റി. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. എനിക്കും ടെൻഷൻ ഉണ്ട്. അവളെ കാണുമ്പോ ഇവരെങ്ങനെ ചിരിച്ചാലുണ്ടല്ലോ. അയ്യേ, അപ്പം ആ കോലത്തിലാണ് അവരെ ഒരുക്കി വിട്ടേക്കുന്നത്. മോളുടെ ഒരുക്ക് നന്നായിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞേ? അവളെ കാണാൻ നന്നായിട്ടുണ്ട്. ചക്കരക്കുട്ട മോള് നന്നായിട്ടുണ്ട് കേട്ടാ. മിടുക്കി. മോളുടെ അച്ഛൻ ഇത്രയും ഒരുക്കാൻ അറിയാമോ? അച്ഛന്റെ ഒരുക്കം കേമായിരുന്നു. മോൾക്ക് വിഷമാവണ്ടെന്ന് കരുതി എല്ലാം തുടച്ചു കളഞ്ഞ് ഞാൻ രണ്ടാമത് മേക്കപ്പ് ചെയ്തതാ. തന്നോട് ആരെങ്കിലും പറഞ്ഞു എന്റെ മോളെ മേക്കപ്പ് ചെയ്യാൻ? അവൾ ഒരുങ്ങിയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നോട് കുട്ടികളൊക്കെ പറഞ്ഞു അച്ഛൻ ഒരുക്കിയത് ബോറായിരുന്നു. എല്ലാം അറിയാന്നുള്ള ഭാവമുണ്ടല്ലോ, അത് അത്ര നല്ലതല്ല. ചില കാര്യങ്ങളില് അല്പം വിട്ടുവീഴ്ചയൊക്കെ നല്ലതാ. എല്ലാം അറിയാവുന്ന ഒരാളാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോൾ അങ്ങോട്ട് ചെല്ല്. അല്ല, ആദിമോൻ എന്തിയേ? ഞാൻ അവനെ കണ്ടേയില്ല. അവൻ അപ്പുറത്തുണ്ടെങ്കിൽ. എന്നാ മോനെ ആദിമോനെ കണ്ടിട്ട് വരാം. വാ. എന്തിന്? ഇയാളെ കൊണ്ടൊക്കെ വലിയ മെനക്കേട്. ഹലോ, എന്താ? ടീച്ചേഴ്സിനോടും ബാക്കിയുള്ള പേരൻസിനോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത്? അല്ല, ഞാൻ ഒരിക്കത് ശരിയായില്ല, അതുകൊണ്ട് പത്മൻ ടീച്ചർ ദാനം ചെയ്യുന്നതാണെന്നൊക്കെ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഒരുപോലെയാ. ഞാൻ ആരോടും ഒരു വ്യത്യാസം കാണിക്കാറില്ല. അതൊന്നും പറയണ്ട. എന്നിട്ട് എന്റെ മോളോട് ക്ലാസ്സിൽ കാണിക്കുന്നതോ? തനിക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് വേറെ പണിയുണ്ട്. വന്നിരിക്കുന്നു. അല്ല, Ha!
ആദിക്കുട്ട മിടുക്കനായല്ലോ നീ, സുന്ദര കൃഷ്ണൻ തന്നെ. ആഹാ, കൊള്ളാം കൊള്ളാം. അപ്പൂപ്പ ഇന്ന് വാ വാ. ഓ ഓ വലിക്കല് വലിക്കല് വീഴും. എന്തുവാ? എനിക്ക് ഒരു ഓല വേണം, സ്റ്റേജിലേക്ക് കൊണ്ടുപോവാനാ. രാധയ്ക്ക് നിന്റെ ഓല ആവശ്യമുണ്ട്, പോയി എടുത്തിട്ട് വാ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. അല്ല, ഈ രാധയും ഓല തമ്മിൽ എന്തുവാ ബന്ധം? എന്റെ അപ്പൂപ്പ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഓ, നീ വയസ്സാം കാലത്തും തെങ്ങി വലിഞ്ഞു കയറേണ്ടി വരുമോ? ജഡ്ജസിനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചോ മോന് തന്നെ സമ്മാനം കൊടുക്കണോന്ന്? അവരൊക്കെ എന്റെ കൂടെയുള്ള ടീച്ചേഴ്സാ. അപ്പൊ പിന്നെ കാര്യമൊക്കെ എളുപ്പമായല്ലോ. തനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഇവിടെയുള്ളൊരു മത്സരത്തിന് ഞാൻ ആളുകളെ സ്വാധീനിച്ച് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് എങ്ങോട്ട് പോവാനാ? അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ അത് തനിക്ക് കുറച്ച് കൂടുതലാ. വെറുതെ അങ്ങ് പറഞ്ഞ പോരാ, കുറച്ച് വട്ട് തന്നെയുണ്ട് തനിക്ക്. എടി, മൊട്ട നിന്റെ ആളുകൾക്കിടെ കിടന്ന് വെറുതെ ആളാവല്ലേ? കഴിഞ്ഞില്ലേ വഴക്കൊന്നും? അവളല്ലേ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ കുട്ടികൾ പങ്കെടുക്കുന്നത് പേരായിട്ടാണ്. അത് ശരി. ഫാൻസി ഡ്രസ്സിനൊപ്പം പങ്കെടുക്കുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും മത്സര ഇനമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതാണ്. വാ, ഇരിക്ക്. സുജാതെ, എന്തു പറ്റി സുജാതെ? മോന്റെ കോമ്പറ്റീഷൻ കാണാൻ സ്കൂളിലേക്ക് പോണോന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ലേ? ഇറങ്ങാൻ തുടങ്ങായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ സുജാത പോയിട്ട് വന്നോളൂ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. പിന്നെ നേരത്തെ വന്ന ആ പയ്യന്റെ കയ്യിന്നേ ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ജോലി കുറച്ച് ഈസി ആവുമല്ലോ. നല്ലൊരു പയ്യനാ. എന്നോട് കുറച്ച് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ സഹായിക്കണോന്ന് പറഞ്ഞു. ഞാൻ അയാളെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സ്കൂളിലേക്കോ? അതെ. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.